أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റഹ്മാനും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ ജീവിതത്തിൻ്റെ സകല നിഖില മേഖലകളിലും അംഗീകരിച്ചും അനുസരിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും സമയങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹനീയമായ തൗഫീഖ് കൊണ്ട് ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകം നമുക്കൊക്കെ മനഃപ്പാഠമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും തിരക്കുകളുമെല്ലാം ഉണ്ടാകുമ്പോഴും ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് വേണ്ടി, അതിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി അല്പമെങ്കിലും സമയം ഞാനും നിങ്ങളുമൊക്കെ മാറ്റിവെക്കുന്നത്. നമ്മുടെ ഈ സമയം നാളെ റഹ്മാനായ റബ്ബിൻ്റെ അരികെ ഒരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കും നിങ്ങൾക്കുമൊക്കെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിൽ 5ാം ഘട്ടത്തിലെ 3ാം റൗണ്ടിൽ 47ാം അധ്യായമായ സൂറത്ത് മുഹമ്മദാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കുക, അത് പകർത്തുക, വെറും കേൾവിക്കാർ മാത്രമാകാതെ ഓരോ വാചകങ്ങളുടെയും ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കോറിയിടുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും വിലക്കുകളുമൊക്കെ പാലിക്കുവാനും ഉപേക്ഷിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 47ാം അധ്യായമായ സൂറത്ത് മുഹമ്മദ്, അതിന് ഖിതാൽ എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഈ സൂറത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അതിന് ഖിതാൽ എന്ന ഒരു പേര് കൂടെ ഉണ്ടായത്. സൂറത്ത് മുഹമ്മദ് എന്ന പേര് വരാൻ കാരണം നമുക്കറിയാം. മറ്റു പല പ്രവാചകന്മാരുടെയും പേരുകൾ നിരവധി തവണകൾ ഈസാ നബിയുടെയും നോഹ് നബിയുടെ, ഹൂദ് നബിയുടെ, അതുപോലെ മൂസാ നബിയുടെ, അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ പേരുകളെല്ലാം നിരവധി തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നമ്മുടെ നേതാവിനോടുള്ള അഭിസംബോധന യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ തുടങ്ങിയ സ്നേഹത്തോടുകൂടെയുള്ള അഭിസംബോധനകളാണ് ധാരാളം കാണാൻ കഴിയുക. എന്നാൽ 4 തവണയാണ് വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന പേര്, എന്ന പദം, എന്ന നാമം ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഈ സൂറത്തിലെ 2ാമത്തെ ആയത്തിൽ മുഹമ്മദ് എന്ന പേര് അല്ലാഹു തആല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തു ആലി ഇമ്രാനിലെ 144ാം ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ 40ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്ത്, പിന്നെ സൂറത്ത് മുഹമ്മദിലെ 2ാമത്തെ ആയത്തും. ഇങ്ങനെ 4 തവണയാണ് മുഹമ്മദ് എന്ന പേര് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് മുഹമ്മദ് എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ 2 പേരുകളാണ് ഈ സൂറത്തിനുള്ളത്. ഒന്ന് സൂറത്ത് മുഹമ്മദ്, 2 സൂറത്തുൽ ഖിതാൽ. ഇനി 1ാമത്തെ ആയത്ത്,
الذين كفروا وصدوا عن سبيل الله أضل أعمالهم الذين ഒരു വിഭാഗം ആളുകൾ അല്ലദീന ഒരു വിഭാഗം കഫറ അവിശ്വസിച്ചു കഫറൂ അവർ അവിശ്വസിച്ചു അല്ലദീന കഫറൂ അവിശ്വസിച്ച ആളുകൾ അവിശ്വസിച്ച വിഭാഗം വസ്വദ്ദൂ അതും ജംആണ് കൂടുതൽ ആളുകൾക്ക് പറയുന്നത് വസ്വദ്ദൂ അവർ തടയുകയും ചെയ്തു സ്വദ്ദ തടഞ്ഞു സ്വദ്ദൂ അവർ തടയുകയും ചെയ്തു അൻ സബീലില്ലാ സബീൽ മാർഗം വഴി സബീലില്ല അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അൻ സബീലില്ലാ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തു അല്ലദീന കഫറൂ വസ്വദ്ദൂ അൻ സബീലില്ലാഹ് അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർ എന്താ അവരുടെ കുഴപ്പം അളല്ല അഅ്മാലഹും അളല്ല അവൻ പിഴവിലാക്കിയവനാണ് അവൻ പാഴാക്കി കളഞ്ഞിരിക്കുന്നു അളല്ല അവൻ പാഴാക്കി കളഞ്ഞിരിക്കുന്നു എന്ത് അഅ്മാൽ അമൽ കർമ്മം അഅ്മാൽ കർമ്മങ്ങൾ അഅ്മാൽ കർമ്മങ്ങൾ ഹും അവരുടെ അഅ്മാലഹും അവരുടെ കർമ്മങ്ങൾ അളല്ല അഅ്മാലഹും അവരുടെ കർമ്മങ്ങൾ അവൻ പാഴാക്കി കളയുന്നതാണ് അല്ലദീന കഫറൂ വസ്വദ്ദൂ അൻ സബീലില്ലാഹി അളല്ല അഅ്മാലഹും അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർ ആരോ അവരുടെ കർമ്മങ്ങളെ അവൻ പാഴാക്കി കളയുന്നതാണ്. സൂറത്ത് മുഹമ്മദിലെ 1-ാമത്തെ ആയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട അതീവ ഗൗരവമായ ഒരു വിഷയമാണ് അല്ലാഹു തആല ഇതിൽ പറയുന്നത്. എന്താ അല്ലാഹു പറയുന്നത്? വിശ്വസിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അള്ളാഹുവിനെ കൊണ്ട് പരലോകത്തിൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, പ്രവാചകന്മാരെക്കുറിച്ച്, കിതാബുകളെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ അവിശ്വാസികളായി, ധിക്കാരികളായി, കാഫിര്യങ്ങളായി ഒരു മനുഷ്യൻ ജീവിച്ചു. എന്നിട്ടോ അവൻ അങ്ങനെ അവിശ്വാസിയായി, അവൻ സ്വന്തമായിട്ട് അവിശ്വാസിയായി ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെയോ വസ്വദ്ദു അവർ തെറ്റിച്ച് കളയുകയും ചെയ്യും അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുന്ന അഹ്ലുസുന്നയുടെ മാർഗത്തിൽ മുൻഗാമികളാകുന്ന ആളുകൾ പഠിപ്പിച്ചു തന്ന ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകളെപ്പോലും ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ച് നമ്മുടെ കാരണവന്മാർ ചെയ്യാത്ത, അവർ പഠിപ്പിച്ചിട്ടില്ലാത്ത ആദർശങ്ങളാണിത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ എന്ത് ചെയ്യും? വസ്വദ്ദു അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയുകയും ചെയ്തവർ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ലോകം മുഴുവനും സൃഷ്ടിച്ചത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്. അതിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നമ്മെ സൃഷ്ടിക്കുന്നത്, നമ്മളെ പരിപാലിക്കുന്നത്, നമുക്കെല്ലാം ഏത് സമയത്തും ചെയ്തു തരുന്നത് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല, മറ്റു പല ആളുകളും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പോലും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന ആളുകൾ വസ്വദ്ദു അൻ സബീലില്ല അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന്, അള്ളാഹുവിൻ്റെ മതത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹനീയമായ അഹ്ലുസുന്നയുടെ ആദർശങ്ങളിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ആളുകൾ അളല്ല അഅ്മാലുഹും അവരുടെ കർമ്മങ്ങളൊക്കെ അവൻ പാഴാക്കി കളയുന്നതാണ് എന്നതാണ്. അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത്തരം ആളുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, നല്ല ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ ചെയ്യുന്നുണ്ടാകും. അതിലൊക്കെ അവർക്ക് ദുനിയാവെന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്നല്ലാതെ നാളെ പരലോകത്ത് അതുകൊണ്ട് അവർക്ക് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. എല്ലാം അവൻ പാഴാക്കി കളയുന്നതാണ് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിക്കുക. യഥാർത്ഥ മാർഗത്തിലൂടെ ചരിക്കുന്ന ഒരാളെയും തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. അള്ളാഹു പഠിപ്പിക്കാത്ത, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത, വിശുദ്ധ ഖുർആനിൻ്റെയോ സ്വഹീഹായ ഹദീസുകളുടെയോ പിൻബലങ്ങളില്ലാത്ത, പ്രാമാണികമായ തെളിവുകളില്ലാത്ത ആ ഒരു കാര്യത്തിലേക്ക് ജനങ്ങളെ നാം ക്ഷണിക്കരുത്. ഏതെങ്കിലും കാലകളുടെയോ കീലകളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്രായേലി കഥകളുടെയോ പിന്നാലെ പോയിക്കൊണ്ട് ഒരിക്കലും നാം സമൂഹത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അങ്ങനെ വ്യതിചലിപ്പിച്ചാൽ അവൻ ദുനിയാവിൽ നിന്ന് ചെയ്യുന്ന ഒരു കർമ്മവും
സ്വീകരിക്കപ്പെടുകയില്ലെന്നും അവരുടെ കർമ്മങ്ങളെല്ലാം പാഴാക്കി കളയുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ താക്കീത് നൽകുന്നത്. സൂറത്ത് മുഹമ്മദിലെ 1-ാമത്തെ ആയത്തിൽ അവിശ്വാസികളായ കാഫിരീങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച്, അവരുടെ സ്ഥിതിഗതികളെക്കുറിച്ചാണ് അല്ലാഹു പഠിപ്പിച്ചതെങ്കിൽ, ഓർമ്മപ്പെടുത്തിയതെങ്കിൽ, 2-ാമത്തെ ആയത്തിൽ വിശ്വാസികളാകുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു. എന്താണത്? വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാതി വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും. വല്ലദീന ഒരു വിഭാഗം ആളുകൾ, ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു, അവർ വിശ്വസിച്ചിരിക്കുന്നു. വല്ലദീന ആമനു വിശ്വസിച്ച ആളുകൾ, ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു. മുകളിൽ പറഞ്ഞില്ലേ, കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു, വസദ്ദു അവർ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. ഇവിടെ ആമനു, ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു, വിശ്വസിച്ച ആളുകൾ. അമില പ്രവർത്തിച്ചു, അമിലു അവർ പ്രവർത്തിച്ചു, വഅമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്ത് സൽകർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. ഇനിയോ വആമനു അവർ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു, ബിമാ ഒന്നുകൊണ്ട് നുസ്സില ഇറക്കപ്പെട്ടിരിക്കുന്നു, ബിമാ നുസ്സില ഇറക്കപ്പെട്ട ഒന്നുകൊണ്ട് അവർ വിശ്വസിച്ചിരിക്കുന്നു. ആരുടെ മേൽ ഇറക്കപ്പെട്ടത്? അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ടത് കൊണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. വഹുവ അത്, ഏത്? മുഹമ്മദ് നബിയുടെ മേൽ ഇറക്കപ്പെട്ട ആ ഒന്ന്, അൽ ഹഖു സത്യമാണ്, അത് യഥാർത്ഥമാണ്, മിർ റബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന വിഷയത്തിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിക്കപ്പെട്ടതിൽ അതാകട്ടെ ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള യഥാർത്ഥമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തവർ. ഇപ്പൊ 3 വിഭാഗങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് അല്ലേ? ഈ ആയത്തിൽ 3 ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആമനു അവർ വിശ്വസിച്ചു, അതിലെല്ലാം പെട്ടു. വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളും മുകളിലെ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ, ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു നമ്മോട് എന്തെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. ഏതെങ്കിലും ഒരു പ്രവാചകനിൽ അവിശ്വസിക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകനിൽ പോലും അവിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുണ്ട്, ആ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. പരലോകത്തിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, നാളെ ഒരു പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കണം, സ്വർഗ നരകങ്ങളിൽ വിശ്വസിക്കണം, ബർസഖിയായ ലോകമുണ്ട് എന്ന് വിശ്വസിക്കണം, അവിടെ ശിക്ഷാ രക്ഷകളുണ്ട്. ഇങ്ങനെ വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ വല്ലദീന ആമനു, അതെ, ആ വിശ്വാസത്തിൽ എല്ലാം ഉൾപ്പെട്ടു. ഇനി വിശ്വാസികളായാൽ മാത്രം മതിയോ? പോരാ. രണ്ടാമത് എന്ത് വേണം? വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. മിക്കവാറും സൂറത്തുകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള, നാം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് സ്വാലിഹുൽ അമാലുകൾ. നാം ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതല്ലേ എന്ന് നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന നല്ലതിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് പഠിപ്പിച്ചു തരേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെയാണ്. അള്ളാഹു പഠിപ്പിക്കണം, അള്ളാന്റെ റസൂല് പഠിപ്പിക്കണം. ആ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ളതെല്ലാം നല്ലതാണ്, അതിലൊന്നും തിന്മയുണ്ടാവില്ല, ചീത്തയുണ്ടാവില്ല. അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നാം എത്ര ചെയ്താലും അത് സ്വാലിഹുൽ അഅ്മാൽ ആകുകയില്ല. അപ്പൊ സ്വാലിഹുൽ അഅ്മാൽ, സ്വാലിഹായിരിക്കുന്ന സൽ പ്രവർത്തനങ്ങൾ, അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്യുകയും ചെയ്തു. ഇനി മൂന്നാമത്തേത് വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള യഥാർത്ഥമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം, ആ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് ഒന്ന് വിശ്വസിക്കുക.
ആദ്യം പറഞ്ഞ ആമനുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനും ഉൾപ്പെടും. എന്നാൽ ആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് അഥവാ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ ഖുർആനിന്റെ പ്രാധാന്യം, ആ വിശുദ്ധ ഖുർആനുള്ള എല്ലാം സത്യമാണ്, എല്ലാം അല്ലാഹുവിന്റെ കലാമാണ്, അതിലൊരു അസത്യവും ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി വിശ്വസിക്കുകയും ചെയ്താൽ അവർക്കുള്ള നേട്ടം, ഈ മൂന്ന് വിഭാഗം, ഈ മൂന്ന് നിലപാടുകൾ സ്വീകരിച്ച ഈ മൂന്ന് ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അല്ലാഹു പറയുന്നു. കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും. കഫറ അൻഹും അവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവൻ മൂടി വെച്ചു കൊടുക്കും, എല്ലാം മൂടി വെച്ചു കൊടുക്കും. ആർക്ക്? ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക്. മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടാകണം. വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിക്കണം, ചെയ്യുന്ന സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കണം. എന്നാൽ കഫറ മൂടി വെക്കുന്നതാണ് അഥവാ പുറത്തു കൊടുക്കുന്നതാണ്. അൻഹും അവരെ തൊട്ട് അവർക്ക് പുറത്തു കൊടുക്കും. എന്ത്? സയ്യിആത്ത്, തിന്മകൾ, ചീത്ത കാര്യങ്ങൾ, തിന്മകൾ, സയ്യിആത്ത് തിന്മകൾ, ചീത്ത കാര്യങ്ങൾ, ബഹുവചനാണ് സയ്യിആത്ത്, തിന്മകൾ. സയ്യിആതിഹിം അവരുടെ തിന്മകൾ. കഫറ അൻഹും സയ്യിആതിഹിം അവരുടെ തിന്മകൾ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അല്ലാഹു തആല പുറത്തു തരണമെങ്കിൽ എന്ത് വേണം? ആ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ ആ മൂന്ന് ലക്ഷണങ്ങളും ആ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ, അത് ഉള്ളവരാണെങ്കിൽ കഫറ അൻഹും സയ്യിആതിഹിം അവരുടെ തിന്മകളെ അവരിൽ നിന്ന് അല്ലാഹു മാപ്പ് നൽകി മൂടിവെക്കുന്നതാണ്. അല്ലാഹു തആല മൂടിവെക്കും, അതൊരിക്കലും അല്ലാഹു പ്രദർശിപ്പിക്കുകയില്ല. നാളെ പരലോകത്ത് അല്ലാഹു അവരുടെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും. ഇനിയോ രണ്ടാമത്തെ നേട്ടം, അസ്ലഹ ബാലഹും നന്നാക്കി കൊടുക്കും. അസ്ലഹ അവൻ നന്നാക്കും, ബാലഹും അവരുടെ സ്ഥിതിഗതികളെ നന്നാക്കി കൊടുക്കുകയും ചെയ്യും. നാളെ പരലോകത്തെ ഈ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടായാൽ തെറ്റുകളൊക്കെ അല്ലാഹു തആല പുറത്തു തരികയും അവരുടെ എല്ലാ അവസ്ഥകളും സ്ഥിതിഗതികളും അല്ലാഹു നന്നാക്കി കൊടുക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ പെടാതിരിക്കുക, രണ്ടാമത്തെ ആയത്തിൽ ഞാനും നിങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലദീന കഫറൂ വസ്വദ്ദൂ അൻ സബീലില്ലാഹി അളല്ല അഅമാലഹും അവിശ്വസിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർ ആരോ അവരുടെ കർമ്മങ്ങളെ അവൻ പാഴാക്കി കളയുന്നതാണ്. അങ്ങനെ കർമ്മങ്ങൾ പാഴാക്കി കളയുന്ന ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അല്ലാഹു കാക്കുമാറാവട്ടെ. എന്നാൽ വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും. വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ തങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ളതാണ്, അത് യഥാർത്ഥമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തവർ ആരോ അവരുടെ തിന്മകളെ കഫറ അൻഹും സയ്യിആതിഹിം അവരുടെ തിന്മകളൊക്കെ അവരിൽ നിന്ന് അവൻ മൂടി വെക്കുകയും വഅസ്ലഹ ബാലഹും അവരുടെ സ്ഥിതി അല്ലാഹു തആല നന്നാക്കി കൊടുക്കുകയും ചെയ്യും. സന്തോഷ വാർത്തയാണ്. അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ പെടാതിരിക്കുക, രണ്ടാമത്തെ ആയത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബമൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുവാൻ, അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.